പൊട്ടക്കെട്ടേക്കണ് നീ എവിടെ പോണ്? ആശീർവാദയോ? എഴി ഉണ്ടാ മകനെ, എഴി ഏടാ ഏടാ. നിന്റെ ആശീർവാദം നിന്റെ ഈ അഭിനയം ഉണ്ടല്ലോ എന്നെ കാണുമ്പോ. ഏടാ അങ്ങോട്ട്. മുടിയൊക്കെ വെട്ടി അവള്. ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാം. ആ ചെറുക്ക ഇവിടെ, ചെറുക്ക ഇവിടെ. ഡേ ഇങ്ങ വാ, ഇങ്ങ വാ, നീ മട്ടു ഇങ്ങ വാ. ഇങ്ങ ഇരി, ഇങ്ങ ഉക്കാറ്, ഇങ്ങ ഉക്കാറ്. ഞാൻ ഒരു കാര്യം കേക്കറേ, സത്യം മാത്രം സൊല്ലണം. തപ്പ് എതാവത് സൊന്നിയെ തല അറുത്തിടുവേ. ഞാൻ അറിഞ്ഞ് നീ ഇവിടെ കഞ്ചാവും സംഭാരവും പിന്നെന്താ കാന്താരി സംഭാരവും ഇതൊക്കെയാണല്ലോ നീ ഇവിടെ വിൽപ്പന അറിഞ്ഞു. നീ അപ്പൊ നേത്തിക്ക് ഇന്നലെ ഉന്നെ മറ്റേ ഹെലികോപ്റ്ററിൽ രക്ഷിക്കാൻ വന്ന എതുക്ക് പൊട്ടപ്പൊട്ടക്കിടാ കായ പറിക്കല് എന്നാ പറിക്കാനാടാ പോയത് നീ? SRK മാമ എന്നെ വിളിച്ച് കൂപ്പിട്ടെ. ഓ അതായത് സൂര്യ ബോസ് വന്ന് മറ്റേ പെരിയ ഇങ്ക സംഭാരം പുഷറായിരിക്കുന്നു. സത്യമാ? അപ്പൊ എൻകിட்ட പറയണവരെല്ലാരും കള്ളന്മാരല്ലേ? അപ്പൊ എന്നോട് പറയുന്നവര് കള്ളന്മാരായിരിക്കുമല്ലേ ഇതിനെ കുറിച്ച്? അക്കൗണ്ടിൽ എത്ര ഉണ്ടാ? എമൗണ്ട് ഇല്ല, എനിക്കറിയാൻ പറ്റും. നിന്റെ ഫോൺ ഞാൻ എടുക്കും, മനസ്സിലായാ? നിന്റെ ഫോൺ ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെടുത്തിട്ട് അക്കൗണ്ടിൽ നോക്കണോ? സത്യം പറയണ ഉണിരാജൻ ബ്രോ, 585 റിസയർ, താങ്ക് യു സോ മച്ച്. അടാ കള്ള. ശരി ശരി ശരി. ആ ഫോൺ എടു, ഫോൺ എടു, ഫോൺ എടു, ഫോൺ എടു. ഉണ്ടടാ ഫോൺ എടു. തന്നെ തന്നെ തന്നെ. ആ എലിയ ഫോൺ ഇങ്ങനെ തന്നാണ്. അയ്യോ കൊച്ചിന്റെ ഫോൺ തരാൻ പറ്റത്തില്ലേ. എടി നീയൊക്കെ എന്റെ കൊച്ചിനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ നിങ്ങൾ വീണ്ടും പഴയതല്ല. ഞാൻ കേസ് കൊടുക്കും കേട്ടോ. ഇത് കേസ് കൊടുത്ത് എടി നിന്നെ അകത്താക്കും, നിന്നെ അകത്താക്കും. അല്ല ഒറ്റ മിനിറ്റ് എലി എലി ഒരു സെക്കൻഡ്. കൈ പോകണ നോക്കണ, കൈ കയ്യേത്ത് എത്ര. ആ എന്റെ ഫോൺ ഇല്ലല്ലേ ആണ്ടി വലിയ ശരി തരാം. ഫാമിലി മാറ്റർ ഇടപെടല്ലേ. ആ സൂര്യ അവന്റെ ഓറഞ്ച് ഫോണ് തരോടാ ചുപ്പാ. പാസ്വേഡ് ഇപ്പൊ ശരിയായി തരാം. നിന്റെ പാസ്വേഡ് എനിക്ക് അന്ന് ഞാൻ ടൈപ്പ് എനിക്ക് ഓർമ്മ കേട്ടാ. ആ ഞാൻ നോക്കട്ടെ. ഇല്ല ഇല്ലടി ഇല്ല. എന്റെ കൊച്ചിങ്ങനെ പിഴച്ചു പോണത് കണ്ടോണ്ടിരിക്കാൻ വയ്യ എനിക്ക്. ആരെടുത്തോണ്ട് പോണു? മന്ദാരം എന്ത് ഫൂളിഷ്നസ് അവര് സംസാരിക്കുന്നത്? മന്ദാരം ഈ കള്ള വന്ന് കട്ടോണ്ട് പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പതാ പാക്കണേ നാണമില്ലാത്ത. നീ ആരെ കിട്ടാൻ സാവേജിന്? നീ സാവേജിന് എത്ര കൊടുത്തത്? നീ കാന്താരി 2000 കാന്താരി കൊടുക്ക. നിനക്ക് കൊടുക്കണ കാന്താരി നിനക്ക് ചൂപ്പാ. നീ സ്കൂളിൽ പച്ചാൻ പോണല്ലേ? നീ സ്കൂളില് കഞ്ചാവ് വിളിക്കണല്ലേ നീ പരിപാടി? അറിഞ്ഞൂടല്ലേ? അത് നീയൊക്കെ കോടതി കയറുമ്പോ പഠിക്കും.
ശിവ ശിവ ശിവന്റെ ഞാനൊരു വാ. കാര്യം പറയട്ടെ ഇത് ബന്ധ- നിന്റെ ദൈവമേ കാമുകിയുണ്ട് ബന്ധാരം. കാമുകി. മു- ആ മു- മു- 30 കോടിയാ അപ്പൊ 30 CR അപ്പാവുടെ മകനെ 30 കോടി പോയി. ഇങ്ങ വാടാ ചൂപ്പാ, നിന്റെ കയ്യിൽ കാശില്ലല്ലേ? ഇല്ല അല്ലേടാ പട്ടി കഴിവാറ മോനെ. அப்பா நீங்க அங்கல ஆக்கி வச்சிருக்கேன்பா നീ എൻകിട്ട കള്ളം சொன்னല്ലേ? നീ എന്നോട് കള്ളം പറയുന്നടാ പട്ടി. அப்பா அது 30 CRலப்பா 30 lakhsப்பா 30 lakhs എടാ, அவ்வளவுதான் ഞാനേ കുറച്ച് നാളെ ഞാനേ ഇനിയും നിന്റെ എലിയും എല്ലാം കൂടി സ്കൂളിൽ കിടന്ന് കഴിഞ്ഞാടും അല്ലേ? എടാ 30 കോടി. എടാ 30 കോടിയാണ്. സൂര്യ എന്നടാ ഇത്? എടേ എനിക്ക് 2000 കാന്താരി ഞാൻ മന്ദാരം. വെയിറ്റ് എടുത്ത് ചെറുകിട തട്ടി വണ്ടി കയറ്റി. വാ, വാ. കേറാൻ നീയൊക്കെ എന്താ ഇത്? വണ്ടി അപ്പനാണ് பெரியம்மா கூப்பிடுறாங்கப்பா വണ്ടി കേറ് വണ്ടി കയറ് இது டீ தியேட்டர் വണ്ടി കയറ. ആ പോരാ, വണ്ടിയിൽ ഇറങ്ങിയണ്ടല്ലോ. எடுத்துட்டு போயிட்டாங்க നീ ഏൻകിട്ട എന്നോട്ടാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങി അപരാധി. സാറേ ഞാൻ ഇത് കേസ് തന്നെ കേസ്. ചാവെടുക്കും, ഒരു ചാവെടുക്കും. നിന്റെ അപ്പ ഇടക്കിടക്ക് ഇൻസ്പെക്ഷൻ പറഞ്ഞാൽ നീ മറന്നുവല്ലേ? നീ വിചാരിച്ചില്ലല്ലേ ഞാൻ ഇന്ന് വരുമെന്ന്? കൊച്ചുണ്ടേ. அப்பா ശരി, ഞാൻ ഉനക്ക് 2 ഓപ്ഷൻ തരേ. சரிப்பா ഉന്നോടെ അമ്മക്ക് ഇതിൽ പങ്കെടുക്ക ഇല്ലയാ? യെസ് ഓർ നോ? அம்மாக்கு நிறைய இருக்கு பங்கு നേരെ ഇറുക്കല്ലേ? எதுல அம்மா தான் காந்தாரி மேடிக்கு சொன்னாங்க சாவேஜ் மாமாக்கு மட்டும் இங்க இறங்கி வந்து நிதானமா சொல்லு. வாங்கினேன் ஆ சொல்லு. പറ. அம்மா கிட்ட பர்மிஷன் கேட்டேன். ஆ, இந்த மாதிரி காந்தாரி பண்ண போறேம்மா, ஆ ஆனா இந்த வாட்டி எந்த பிரச்சனையும் இல்லாம பண்றேன், ஆ சாவேஜ் மாமாக்கு மட்டும் பண்ணி தரேன்னு சொன்னேன். அப்புறம் அம்மா பர்மிஷன் കൊടുത്തോனே സാവേജ് മാമാ സാവേജ് മാമാവക്ക് മാത്രമല്ലല്ലോ നീ കൊടുക്കുന്നത് നീ അറിഞ്ഞത്. വേറെ റേഡിയോയില് പലർക്കും നീ റേഡിയോയില് നിന്റെ റേഡിയോയിൽ ആരൊക്കെ? എലി, റോസ്ലിൻ, പിന്നെ നീ, പിന്നെ നിന്റെ അമ്മ, പിന്നെ ആരൊക്കെ ഉണ്ട്? ആരൊക്കെ വിളിച്ചു വരുത്തിനാണ് കൊടുക്കുന്നത്? அம்மா எதுவுமே பண்ண மாட்டாங்க. அம்மா பண்ண கூடாது சொல்லி திட்டுவாங்க. ஆனா பெரியம்மா தான் எனக்கு டீல் பண்ணி கொடுத்திருக்காங்க 2-3 வாட்டி. പെരിയമ്മ വളർത്താൻ കൊടുത്തതാ ഞാൻ. വളർത്താൻ അവരാധിച്ച് തന്നിട്ടുണ്ടല്ലോ. നിനക്ക് പൊക്കം കൂടിയാ പട്ടി. തോളൂരായല്ലേ? ശരി, பெரியம்மா கிட்ட நான் சொல்லுவேன், பெரியம்மா டீல் பண்ணி இது மேல பண்ண கூடாதுன்னு சொல்லி പെരിയമ്മ. അപ്പൊ പെരിയമ്മ ആണ് നിങ്ങളെല്ലാരും സ്കൂളിന്റെ ഇതില് ഡീൽ ചെയ്യണത് അല്ലേ? இப்ப இல்ல இப்ப முடிஞ்சிச்சு. அந்த மாதிரி பண்றது இல்ல. ഉനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കാശ് ഫുള്ള് ഞാൻ നിനക്ക് തരും. இந்த കാശ് ഫുള്ള് നിനക്ക് തരും. வீட்டுக்கு நீ கொடுத்துருவியா அப்ப எனக்கு? ഉനക്കുതാ இந்த കാശ് ഫുള്ള്. നിന്റെ കാശ് നിനക്ക് തന്നെ. പക്ഷേ നീ വന്ന് ഏൻ കൂടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതേമാതിരി പെരിയമ്മാവ് കിട്ടും മറ്റേ റോസലിന് കിട്ടും കേസ് കൊടുക്കണം. காசு நீயே வச்சுக்கப்பா, காசு தேவையில்ல. വെയിറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കാശ് ഞാൻ എടുക്കും. எடுத்துக்கப்பா, உனக்கு இல்லாதான். எனக்கு வந்து உருவு தான் முக்கியம், எனக்கு பெருமா ரொம்ப முக்கியம். രണ്ടാമത്തെ ഓപ്ഷൻ ഇതല്ല. രണ്ടാമത്തെ ഓപ്ഷൻ ഉന്നോட കാശ് കൊടുക്കും. ഉന്നോட കാറില്ലേ? ഉന്നോட പെരുസ് കാറ് 3-4 കാർ ഇരിക്കല്ലേ? അത കാർ ഫുള്ള് ഞാൻ ഇങ്ങെടുക്കും. ഏത് ഉനക്ക് ഏത് വേണം? அந்த ஆப்ஷன் வேணாப்பா, தேர்ட் ஆப்ஷன் கேன்சல் பண்ணு. உனக்கு எത്ര கார் இருக்குடா? என்கிட்ட 11 கார் இருக்கு. 11 കാറാ? അവ 11 പറഞ്ഞേ. 11 കാറാ? എവിടെ ഇവന്റെ ഗാരേജ്? என்னோட வேல்யூ மட்டும் 350 CR வேல்யூ கார் மட்டும். 350 CR. മന്ദാരം ആ പറഞ്ഞേട്ടാ അവൻ. அப்பா 150 நான் ட்ரக்ல இப்ப எனக்கு 4 ட்ரக் ஓடுதுப்பா. സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര
സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് കാശ് ഇട്ടുണ്ടല്ലോ. എന്നാ അറിയില്ല ചേച്ചാ. அதுல போடலப்பா. சரி போன் கொடுப்பா, கேர்ள் ஃப்ரெண்ட் நம்பர் எல்லாம் இருக்கு, ப்ளீஸ் எடுக்காத. എന്റെ വീട്ടിൽ ചുണ്ണി പെണ്ണിനെ വിളിച്ചിട്ട് എനിക്കങ്ങ് സല്ലപിക്കല്ലേ. இங்க பாருப்பா, எனக்கு தாரா லவர் இருக்கு, உனக்கு என்ன தெரியும்? நான் உன்னை பொண்ணு லவ் பண்றேன் தாரா. சத்தியம் சொல்றேன். അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സൂര്യ, നിന്നെ ഞാൻ എതുക്ക് അന്ത സ്കൂളിൽ ചേർത്ത? ஸ்கூல் ஆரம்பிக்கலன்னா അല്ല எப்படிப்பா? സ്കൂൾ എന്നെ പഠിക്കണ സ്ഥലം തന്നെ. അന്ത സ്കൂളിന് പുറത്ത് സ്കൂളിന്റെ പുറകെ തട്ടിപ്പ്, കഞ്ചാവ് കൃഷി. എടേ ഇത്രയും വളർന്ന ഈ സ്നൈപ്പിന് പോലും ഇത്രയും ബന്ധങ്ങൾ ഇപ്പൊ കാണൂല. ലൊക്കേഷൻ പറഞ്ഞു എന്തു പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. ഇവനെ വലിച്ചു വണ്ടി കയറ്റവനെ. അതിന്റെ ഇടയ്ക്ക് അണ്ണാ ഒരു ചായ എന്ന് പറയുന്ന നടക്കാണ് അവൻ ലൊക്കേഷൻ പറയണത്. ഡേ ഇത്രേ ഉള്ളൂ, പിന്നെ പഠിക്കാനാണ് ഇവിടെ ആക്കിയത്. മര്യാദയ്ക്ക് ഒന്ന് കേസ് കൊടുക്കണ, അതാ വണ്ടിയും പൈസ എല്ലാം എടുക്കണ. ഞാൻ அப்போ எனக்கு பெரியம்மா தான் அப்பா காட்ட வெலுதா? அப்படிதான் இப்ப சொல்றேடா. புரியுதா? അല്ല இந்த அப்பா ഉണ്ടായതിക്ക് ശേഷാടാ പെരിയമ്മ എല്ലാം വന്നത്. അപ്പ ഇല്ലെങ്കിൽ പെരിയമ്മ ഇല്ല. പറഞ്ഞുകൂടെ വന്നാരം. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞ മാതിരി നിനക്ക് കേസ് കൊടുക്കുമ്പോ അല്ല അപ്പൊ ഞാൻ പറഞ്ഞത് കേക്കാ വയ്യ. എന്നിട്ട് നീ ഞാൻ താ മുഖ്യമെന്ന് சொல்றேன். നിനക്ക് വേണ്ടി இந்த அப்ப എന്തെല്ലാം അപമാനം സഹിച്ചിട്ടടാ. പറഞ്ഞാ മനസ്സിലാവടാ. ചിരിക്കണടാ. ഞാൻ സിംഗിൾ ആയിട്ട് ഞാൻ ഇപ്പൊ ഒരു തന്തയടാ, തന്തയില്ലാത്തവനെ. என்ன அவன் என் பையனே கிடையாது அப்படின்னு சொன்னியாப்பா? யாரு சொன்ன? எப்ப சொன்ன? இப்ப கொஞ்ச நேரத்துக்கு முன்னாடி சொன்னாங்க பெரியம்மா. நான் தமிழ்நாட்டுக்கு போகும்போது அவனை சும்மா தூக்கின்னு வரேன், அவன் யாருன்னு எனக்கு தெரியாது. ഇതൊക്കെ വന്ന് പോയി. ഇതൊക്കെ മനസ്സിൽ കുത്തി വെച്ചാണ്. ഈ കൊച്ചു മനസ്സിൽ ഈ വിഷമ കുത്തി ഇറക്കിയാണ് ഓരോന്ന് ചെയ്യിപ്പിക്കണ പിള്ളേരെ കൊണ്ട്. എവിടെ റാക്കറ്റ്. ഇത് കേസിലെ തീരും. നേരെ കേസ്. നിന്റെ വണ്ടിയും പൈസ എല്ലാം തരാൻ തിരിച്ച്. മാലവേല, ചൈൽഡ് ലേബർ. ആ ചെറുക്കനെ മുറുകെ പിടിച്ചോണേ, ഇറങ്ങിയോടും. പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ചുമ്മാരിടാ. കാന്താരി സപ്പോർട്ട് ചെയ്യാം അങ്ങോട്ട്, എല്ലാരും സപ്പോർട്ട് ചെയ്യാം. എന്റെ ഗാലറിയിൽ എന്താ കിടക്കണേ? കേസിന്റെ മണി പോലെ അല്ല. ഇന്ന് സ്കൂളിൽ ഞാൻ പൂട്ടുമല്ല എന്റെ. സ്കൂളിൽ പൂട്ടാ പോരാ. അല്ല ഇന്നേക്ക് അവസാനം ലാസ്റ്റ് ഡേ. എന്താ പ്രിൻസിപ്പാളിനൊക്കെ തൂക്കിപ്പറക്കിട്ട് ഇടിക്കുമല്ലോ ഇന്ന്. അനുസരണ അടിച്ച് ചന്തയെ പൊളിക്കുമല്ലോ ഞാൻ. സാറേ പരസ്യം. സാർ സാർ ഒരു കേസ് ഫയൽ ചെയ്യണമായിരുന്നു. സാറേ കേസ് ഫയൽ ചെയ്യണമല്ലോ സാറേ. ഒരു ബാലവേല സാറേ, ചൈൽഡ് ലേബർ സാറേ. ഒരു മാഫിയ സംഘത്തിനാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. ഞങ്ങൾക്ക് തിരിഞ്ഞ് സംസാരിക്കാൻ എന്തെങ്കിലും ഒപ്പുണ്ടോ? ഓ മാർക്കോ സാർ അകത്തുണ്ടോ? എടുത്ത്
മാർക്കോ സാർ. ഓ മാർക്കോ ഓക്കെ ഓക്കെ ഹലോ സാർ ഹലോ ഹലോ ഇങ്ങ് വാങ്ങൂ. ഫ്രണ്ടിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി സാർ ഹലോ സാറേ സാറേ ആ ചെറുക്കൻ എടാ തന്തരത്തവേ ഹലോ സാർ ഒരേ ഫ്രണ്ടിനെ കിഡ്നാപ്പ് ഓടാ പറ സാർ അരിപ്പിടി സാർ അഴുക്ക് ചെറുക്കനാണ് തന്തേക്കാൾ മോശം നില്ലടാ അവിടെ നില്ലടാ அப்பா അപ്പൊ ഞാൻ சரிப்பா எதுவும் பண்ணலப்பா കേറാ സ്റ്റേഷനിൽ കേറാ ஆ சரிப்பா ആ ഇങ്ങോട്ട് വാടാ ஆ ഓ വന്നല്ല ഇങ്ങോട്ട് വാടാ കൂടെ വാടാ കേറാത്ത് കേറാ அப்பா ப்ளீஸ் பா ஸ்கூலுக்கு எதுவும் ஆக கூடாது எனக்கு என்ன ഹലോ. ഏമ്പലെഴുത്താ മിസ്റ്റർ പയ്യൻ. ആ സാറേ പറ സാറേ ആ, നിങ്ങൾ ഈ ചെറുക്കൻ മുഖ്യ ഒരു ഇതാണ് സാക്ഷിയാണ് സാക്ഷി എടാ അവനെ വിളിച്ചോണ്ടാ വാ, വാ. സാറേ ഈ അപരാധി സോറി അപരാധി ആരാണ്? ഇല്ല സാർ അതല്ല സാർ പറഞ്ഞോ. സാർ അതെന്റെ മകൻ സൂര്യ ബോസ് സാർ ഞാൻ കുറച്ച് നാൾ ആളെ ഒരു സ്കൂളിൽ ചേർത്തായിരുന്നു സാറേ ആള് പഠിത്തത്തിലൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് പിന്നെ ആളുടെ പ്രൊഫൈൽ വിദ്യാലയത്തിലായിരിക്കും. എലി വിദ്യാലയം സാറേ അവിടെ തന്നെ സാർ അതുപോലത്തെ ഒരു അപരാധി വിദ്യാലയം ഈ സത്യം പറഞ്ഞ സാർ അതൊരു എലി വിദ്യാലയം അത് അപരാധി വിദ്യാലയം ഞാൻ പറയാൻ കാരണം സാറേ എൻ്റെ ഈ എട്ടും പൊട്ടും തീരാത്ത ഈ പാവം കൊച്ചിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച് സാറേ ഇവനെ കൊണ്ട് കഞ്ചാവും ശശി അവിടെ വെടി വന്നോ? ശശി എവിടെ നിന്നോ? ശശിയാ ശശി സാർ ശശി ഒപ്പി എല്ലാം പേര് മാറ്റി പുള്ളി ഗസറ്റി കൊടുത്ത് പേര് മാറ്റി ദ ശശി ദ ശശി നമ്മുടെ ഓഫീസർ. എന്താണ് ഇത്? സാറേ ഞാൻ പറഞ്ഞത് ക്ലിയർ ഉണ്ടോ? സാറേ എട്ടും പൊട്ടും തീരാത്ത ഈ പൊട്ടനായ എന്റെ മോനെ കൊണ്ട് ഇവര് ചെയ്യിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ സാറേ സംഭാരം സാറേ ഇല്ലീഗൽ സംഭാര വിൽപ്പന ഒന്ന് எங்க அப்பா தான் பிடி சார் அங்க സാറേ മണി ലാണ്ടർ அப்பா நீ தானப்பா பிடி சார் சொல்லு എന്ത് പി ടി സാറായിട്ട് ജോയിൻ ചെയ്യുന്ന വിചാരിച്ച് അവിടെ പി ടി അല്ല സാറേ അച്ഛാ പി ടി അല്ലാണ്ട് പിന്നെ മറ്റേ പാർക്കിംഗ് പോയിരിക്കാൻ പറ്റുവാടാ ആ സാർ അപ്പോ പ്രശ്നം എന്താ പറഞ്ഞാൽ സാറേ ഈ ചെറുക്കനെ കൊണ്ട് അവര് കഞ്ചാവ് ഇതൊക്കെയാണ് വിൽപ്പിക്കുന്നത് സാറേ അതിന് നമുക്ക് സാക്ഷികളുണ്ട് പ്രൂഫുണ്ട് സാറേ ഈ ചെറുക്കൻ്റെ 30 കോടി സാറേ 30 കോടി എന്റെ വീട്ടിൽ എടുത്തോണ്ട് പോയ 30 കോടി സാർ അതായത് ഇവനെ സാറേ ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായ എലി അവര് ഇവന്റെ അടുത്ത് പോയി പറയും അച്ഛന്റെ കയ്യിൽ നിന്ന് കാശെടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ മറ്റേ വീട്ടിൽ നിന്ന് പോയി കാശെടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക സാറേ എന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം 30 കോടി അവൻ എടുത്തോണ്ട് പോയത് കയ്യിരുന്ന് ഒരു മിനിറ്റ് സാറിന്റെ പേര് ചന്ദ്രൻ അല്ലേ? അതെ കൊച്ചിന്റെ 50-80 കോടി കണ്ട് കൊച്ചിന്റെ സാറേ ഇതേപോലത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് 80 കോടിയാണ് സാറെങ്കിലും അത് അറിയാൻ உன்னோட அப்பா சொல்றதுல ஏதாவது உண்மை இருக்கா? உங்ககிட்ட இருந்து நான் இதுக்கு முன்னாடியும் 2-3 ஐட்டம்ஸ் பிடிச்சதுக்கு உனக்கு തന്നെ தெரியும். ഇല്ലെന്നാ ഞാൻ പിന്നെ വേറെ കാര്യം പറയട്ടെ. താങ്കളാണ് ഈ പയ്യന്റെ അച്ഛൻ അല്ലേ? ഇപ്പം ഈ എലി വിദ്യാലയിൽ താങ്കൾ തന്നെ നിന്ന് താങ്കളുടെ മകനെ ഒരു ബാറ്റ് കൊടുത്തിട്ട് സൗത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി സാറ് ബാറ്റ് കൊടുത്ത ഓർമ്മയുണ്ടോ? ഇല്ല. എന്റെ തെളിവുണ്ട്. ഐ ഹാവ് ഫോട്ടോസ്. സാറ് ബാറ്റ് ക്രിക്കറ്റ് കളിക്കാൻ കൊടുത്താണ് ചോദിച്ചപ്പം. അല്ലല്ല, ആ ബാറ്റ് കൊടുത്തിട്ട് അവനെ അടിക്കണമെന്നാണ് പറഞ്ഞത്. ആരാണ് ദൃസാക്ഷി സാറേ? ഞാനിപ്പോ ഒരു കേസ് ഫയൽ വന്നപ്പോ ദൃസാക്ഷിയാ. അല്ല, എനിക്ക് മനസ്സിലായി. പിന്നെ ആ കേസ് ഞാൻ കളഞ്ഞാണ്. കാര്യം കൊച്ചു പയ്യനാണ്, ഭാവി കളയണമെന്ന് പറഞ്ഞു. ഇപ്പൊ സൂര്യബോസിനെതിരെ ഇഷ്ടംപോലെ കംപ്ലൈന്റ്സ് ആയി. സാറേ സൂര്യബോസിനെക്കാട്ടിലും സാറേ ഞാൻ പറഞ്ഞ ഈ എലി അവിടുത്തെ പ്രിൻസിപ്പൾ എലി എന്ന് പറഞ്ഞ ആള് കുറച്ചു നേരത്തെ വരെ എവന്റെ അടുത്ത് ഉണ്ടായിരുന്നു.
അവര് ഇവന് എന്തോ കൊടുത്തിട്ട് അവര് ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ അവൻ കേൾക്കുന്നില്ല. ആ എലി എന്ന് പറഞ്ഞാൽ അവര് പറയുന്നതാണ് അവൻ കേൾക്കുന്നത് കൂടുതലും. എന്തിനാണ് സാറേ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞ സ്റ്റുഡന്റിനെ കൊണ്ട് ഊര് മൊത്തം ചുറ്റുന്നത്? കാര്യമില്ല. എലി എന്ന് പറയുന്ന ആളെ മാഡത്തിന് സാറിന് അറിയാലോ, അറിയാം. ഇങ്ങോട്ട് വരാൻ പറയുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. എടേ ഒന്ന് വിളി ഒന്ന്. എന്റെ ആരൊക്കെയാ ഫോണ് ഞാൻ ഉണ്ടായിക്കോളാം കേട്ടോ. അല്ല എന്റെ കൊച്ചിന് നിരപരാധിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എവനെ ഇതിന്ന് സാറേ കൊച്ചു പയ്യനാണ് സാറിന് അറിയില്ല. എത്ര വയസ്സുണ്ട് അവന്? 5-6 വയസ്സാണ്. അതാണ് സാറേ 7 വയസ്സ്. സാറേ ഈ 7 വയസ്സുള്ള ചെറുക്കൻ എന്ത് ചെയ്യാനാ സാറേ? അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല സാറേ. ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ കുഴപ്പമാണ് സാറേ. ഇവൻ എനിക്ക് ചില ദിവസങ്ങളിൽ വീട്ടിൽ പോലും കാണാൻ പറ്റുന്നില്ല സാർ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവരൊന്ന് വിളിച്ചിറക്കി കൊണ്ട് പോകുന്നത്. ഇവന് മുട്ടായി കൊടുത്ത് എന്ത് മുട്ടായി കൊടുത്തിട്ടാണെന്ന് അറിഞ്ഞൂടെ ഇവൻ അങ്ങ് പോകുന്നേ അവരുടെ കൂടെ. സാറേ ഇല്ല കയ്യിലൊന്നുണ്ട് സാറേ. സേഫായിട്ട് എവിടെ മാറ്റി വെച്ചിട്ടാണ് വന്നത്. അവന്റെ വീട് പോയി കുത്തി പൊളിക്കണം അതിന്. അവര് 11 ഉണ്ട് സാറേ. 11 വണ്ടി 11 വണ്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 11 ഉണ്ട് സാർ. நீ என்ன பண்ணிட்டு எவ்வளவு பைசா உங்ககிட்ட எனக்கு வந்து எல்லாரும் gift கொடுப்பாங்க. സാറേ കൊച്ചു പയ്യനാണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അത് അവന്റെ നല്ല സ്വഭാവം കണ്ടിട്ട് പൈസ കൊടുക്കാங்க. പൈസ பாக்கெட் மணி. அப்பா பாக்கெட் மணி கொடுத்தாரு. இப்போ உங்ககிட்ட எவ்வளவு காசு இருக்கு? இப்போ 33 CR இருக்கு. பெட்ரோல் பங்க் இருக்கு என் பேர்ல. ராயம் மாமா கொடுத்திருக்காரு. அந்த பெட்ரோல் பம்ப் എനിക്ക് കാണാൻ പറ്റുമോ? இருக்குப்பா. மிரர் பார்க்ல இருக்கு. அதுல லாபம் வருது. നീ അതില് എന്താ ചെയ്യണ പെട്രോൾ പമ്പില്? பிசினஸ்மேன் பா. நம்ம பேர்ல தான் இருக்கு. நான் எதுவும் பண்ண மாட்டேன். அங்க சும்மா மேனேஜ் பண்ணுவேன். எவ்வளவு வயசு எனக்கு? ஒரு செகண்ட். മന്ദാരം എന്താ താങ്കളുടെ ജോലി? എന്റെ ജോലി രാവിലെ വരുന്ന മുതുക്കി വെക്കുന്നു. പിന്നെ പണിയില്ല. അവൻ പറഞ്ഞേട്ടാ പെട്രോൾ ബങ്ക് എന്ന്. Unemployed fellow. ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ഞാൻ ബിസിനസ് അണ്ടി ഫാക്ടറി ഉണ്ട് സ്വന്തമായിട്ട്. അങ്ങനെയാണ് എനിക്ക് പൊട്ടല കൃഷി ഉണ്ടല്ലോ. പൊട്ടല എന്താ തമിഴ്നാട്ടില്? തമിഴ്നാട്ടിൽ മറ്റേ ആണ്ടിക്കാട്ടില്. അണ്ടിക്കാട്ടിലാ? അണ്ടിക്കാട്ടിലെ പൊട്ടന്റെ കൃഷിയാ? വിശ്വസനീയമായിട്ടുള്ള കാര്യമാണല്ലോ പറയണത്. അണ്ടിക്കാട്ടിലെ പൊട്ടന്റെ കൃഷിയെന്ന് നമ്മളിത് വെള്ളം തടാതെ വീഴണം. ഹലുവയൊക്കെ ഉണ്ട്. உன்னோட அம்மா இருக்கா? அம்மா இல்ல, எங்கயோ போயிருக்காங்க. அப்பாக்கு தான் தெரியும். യുദ്ധ ഭൂമി കൂട്ടി പോരാ അപ്പാ. അപ്പാ സാറേ അത് പുള്ളിക്കാരത്തി ഒരു തൈ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഓസ്ട്രേലിയയില്. ഒരു പ്രത്യേകതരം മാവിന്റെ തൈ. பெரியம்மா போலீஸ் ஸ்டேஷன் வா. அப்பா விളിக்கறாங்க. போலீஸ் விളിக்கறாங்க. வா. തിരിയെ കഴിവറി. സ്തോത്രം. വോയിസ് ബ്രേക്ക് എനിക്ക് മാത്രമാണോ നിങ്ങൾക്ക് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലേ? കാര്യം ശ്രദ്ധിച്ചാ ഇത് പെരിയമ്മയാണ് വലിയ കാര്യം. നീ അകത്ത് നിൽക്കുന്നുണ്ടോ പുറത്തോട്ട് നിന്നാലോ? സാറേ അകത്ത് പ്രശ്നമല്ല, പുറത്താണ് പ്രശ്നം. ഇല്ല പുറത്ത് അത് വരും, പുറത്തുനിന്നാലും വരും.